ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിനെ കുറിച്ചാണ്. അപ്ലൈ ചെയ്യാൻ ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കി നോക്കാം. നെയിം ഓഫ് റിക്രൂട്ടിംഗ് ഓർഗനൈസേഷൻ കേരള PSC ആണ്. കേരള PSCൻ്റെ അണ്ടറിലാണ് ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ടാണ്. കാറ്റഗറി നമ്പർ 187/2025 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് ഇതുവരെ വന്നിട്ടില്ല. മോഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഡേറ്റ് ജൂലൈ 31, 2025 ആണ്. ഇനി അതിന് കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 3, 2025 ആണ്. എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 19 മുതൽ 31 വരെയാണ്. അതായത് 2/1/1994 മുതൽ 1/1/2006 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർക്ക്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 43,400 മുതൽ 91,200 വരെയാണ്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന തീയതി, അതായത് ഈ നോട്ടിഫിക്കേഷന് മുന്നേയുള്ള നോട്ടിഫിക്കേഷൻ വന്നത് 2019 ഡിസംബർ 31 എൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 497/2019 ആണ്. അന്നത്തെ എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് 45 ആയിരുന്നു. പിന്നെ എക്സാമിന് ശേഷം റാങ്ക് ലിസ്റ്റ് പുറത്ത് വന്നത് 2023 ഡിസംബർ 28 അന്നത്തെ മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 141 ആയിരുന്നു. അതിന് അഡ്വൈസ് ലഭിച്ചത് 158 പേർക്ക് ലഭിച്ചു. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2025 ജനുവരി 6 എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BA, BSc ഓർ BCom, ഡിഗ്രി ഫ്രം എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. എക്സ് സർവീസ്മാൻമാർക്കാണെങ്കിൽ 10th ക്വാളിഫിക്കേഷൻ ഉള്ളത്. പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോർ മെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ, എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ. ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ വിഷ്വൽ സ്റ്റാൻഡേർഡ്, അതായത് വിത്തൗട്ട് ഗ്ലാസ് ഇല്ലാതെയുള്ള വിഷ്വൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻറ്റ് വിഷൻ എന്ന് പറയുന്നത് 6.6 ആണ്. 2 ഐസിന് 6.6 വേണം. നിയർ വിഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. അതും 2 ഐസിനും 0.5 ആണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ മെയിൽ, അതായത് മെയിലിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 100 മീറ്റർ റണ്ണ്, അതായത് 100 മീറ്റർ റണ്ണ് 14 സെക്കൻഡിനുള്ളിൽ നമ്മൾ പൂർത്തീകരിക്കണം. ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ ആണ്. ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ. ഷോട്ട് പുട്ട് 7264 ഗ്രാമിൻ്റെ ഷോട്ട് പുട്ട് 609.60 സെൻറ്റിമീറ്റർ ആണ്. ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ ആണ്. റോപ്പ് ക്ലൈമ്പിങ് 365.80 സെൻറ്റിമീറ്റർ ആണ്. പുള്ളപ്പ് ചിന്നിങ് അത് 8 ടൈംസ് ആണ് ചെയ്യേണ്ടത്. 1500 മീറ്റർ റണ്ണ് അത് 5 മിനിറ്റും 44 സെക്കൻഡ് കൊണ്ടും പൂർത്തീകരിക്കണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫോർ ഫീമെയിലിൻ്റെത് 100 മീറ്റർ റണ്ണാണ് 17 സെക്കൻഡ് കൊണ്ട്. ഹൈ ജമ്പ് 106 സെൻറ്റിമീറ്റർ. ലോങ് ജമ്പ് 305 സെൻറ്റിമീറ്റർ. ഷോട്ട് പുട്ട് 4 കിലോൻ്റെ 488 സെൻറ്റിമീറ്റർ. 200 മീറ്റർ റണ്ണ് 36 സെക്കൻഡ് കൊണ്ട് പൂർത്തീകരിക്കണം. ത്രോയിങ് ദി ബോൾ 1400 സെൻറ്റിമീറ്റർ. ഷട്ടിൽ റേസ് 26 സെക്കൻഡ്. സ്കിപ്പിങ് 80 ടൈംസാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സിലബസ് സൈഡിലെ മാർക്ക് ഡീറ്റെയിൽസും കൂടെ നോക്കാം. ഹിസ്റ്ററിക്ക് 5 മാർക്കാണ്. ജോഗ്രഫിക്ക് 5 മാർക്ക്. എക്കണോമിക്സിന് 5 മാർക്ക്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് 8 മാർക്കാണുള്ളത്. കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷന് 5 മാർക്ക്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിന് 4 മാർക്ക്. ഫിസിക്സിന് 3 മാർക്ക്. കെമിസ്ട്രിക്ക് 3 മാർക്ക്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സിന് 4 മാർക്ക്. കറണ്ട് അഫെയറിന് 8 മാർക്ക്. സിമ്പിൾ അരിത്തമെറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 10 മാർക്ക്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്. റീജിയണൽ ലാംഗ്വേജിന് 10 മാർക്ക്. സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് ഈ സബ്ജക്റ്റിന്. ഈ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ളതുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്സിന് 20 മാർക്കും കൂടിയാണുള്ളത്. നമുക്ക് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അപ്ലൈ ചെയ്യാൻ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ എക്സാമിന് ഇതുവരെ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ, അതായത് ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് അതിൻ്റേതായ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇനി ബാക്കിയുള്ളവർ അപ്ലൈ ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് സിലബസ് സൈഡിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമുക്ക് നടത്താവുന്നതാണ്.